വിശ്വ മ്യൂസിക്. വിശ്വയെ അറിയാമോ? നമ്മുടെ വിശ്വയെ അറിയാമോ? ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് വിശ്വയെ അറിയാമോ? അറിയാതിരിക്കാൻ ചാൻസ് കുറവാണ്, അല്ല അറിഞ്ഞിരിക്കാൻ ചാൻസ് കുറവാണ്. ബട്ട് ചങ്ങായി എയറിലായിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് വിശ്വ, എന്താണ് കാര്യം എന്നൊക്കെ നിങ്ങൾക്കറിയണ്ടേ? ഇപ്പം ശരിയാക്കി തരാം. അതെ, റാപ്പ് സിംഗർ എന്ന് സ്വയം അവകാശപ്പെടുന്ന, എന്നാൽ റാപ്പുകളെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഴിവേറിയ ഗായകൻ. ആള് ചില്ലറക്കാരനല്ല കേട്ടോ. അണ്ണൻ്റെ കയ്യിൽ ഒരു മുതലുണ്ട്, വേറെ ഒന്നുമല്ല, അണ്ണൻ്റെ ചിരി. വൗ, പെറ്റ തള്ള സൈക്കൂല. ഇതല്ല ശരി. സംഭവം ഇങ്ങനെയൊക്കെ ആണേലും അണ്ണന് നല്ല ഫാൻ ബേസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതല്ല, അണ്ണൻ തന്നെ തെളിയിച്ച കാര്യമാണിത്. ഡൗട്ടുള്ളവർ പോയിട്ട് അണ്ണൻ്റെ ഇൻസ്റ്റ യൂട്യൂബ് എടുത്തു നോക്കിയാൽ മതി. ഇൻസ്റ്റയിൽ ഏകദേശം 450K സംതിങ് എന്തോ ഫോളോവേഴ്സ് ഉണ്ട്. യൂട്യൂബിലാണേൽ 70K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഉഫ്, അണ്ണനൊരു കില്ലാടി തന്നെ. ഇനി അണ്ണന് വല്ല ബോട്ട് ഫോളോവേഴ്സിനെ എങ്ങാനും കയറ്റിയിട്ട് ഇത്ര ആക്കിയതാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനതിനെ ശക്തമായി നിഷേധിക്കും. കാരണം വേറൊന്നുമല്ല, ഇക്കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് മൊത്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അണ്ണന് രാത്രി പകലെന്നില്ലാത്ത വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ വാങ്ങിത്തരും. എന്ത് വാങ്ങിച്ചു? എന്ത് വാങ്ങിത്തരും? അങ്ങനെയാണ് എനിക്ക് മാജിക് മൊമെന്റ്സ് ഫുള്ള് വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരാൻ പറ്റോ ഇല്ലേ? ഓക്കെ, തരാം. പക്ഷെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യം കറക്റ്റായിട്ട് ചെയ്യണം. ഉറപ്പായിട്ടും ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുക്കാമോ? എടുക്കാം. ഓക്കെ, വിശ്വ മ്യൂസിക് എന്ന അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം. ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, വിശ്വ മ്യൂസിക് അല്ലേ, എനിക്കറിയാം. കണ്ടല്ലോ നിങ്ങൾ, ഇപ്പം മനസ്സിലായല്ലോ. അതായത് സ്ക്രിപ്റ്റ് റെഡിയാക്കണം, ആക്ടേഴ്സിനെ തപ്പണം, വീഡിയോ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. എൻ്റെ പൊന്നു. അതെ, അണ്ണന് വെറുതെ ഇങ്ങനെ ഒരു സ്ട്രീറ്റിൽ ഇറങ്ങും. അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി, വെറും പെൺകുട്ടിയല്ല, സുന്ദരിയായ പെൺകുട്ടി. പിന്നെ അണ്ണൻ്റെ ഓരോരോ വാക്ക് പ്രയോഗങ്ങൾ കാണാൻ പറ്റും അന്നേരം. ഒരു സെറ്റ് സാധനം, ഏട്ടിലൊരു വെടിക്കെട്ട് ചിക്ക്, അപ്പപ്പോ ഒരു വെടിക്കെട്ട് കൊച്ച്, ഒരു മൂഡ് ഐറ്റം. അവരോട് നമ്മുടെ അണ്ണൻ ചോദിക്കും, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇന്ന് KFC കഴിക്കാം. അങ്ങനെ KFC കഴിപ്പിച്ചും കൊക്കക്കോല കുടിപ്പിച്ചും ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യമാണ് അണ്ണൻ്റേത്. അങ്ങനെ ഹനുമാൻ കൈൻഡിന് ശേഷം കേരളം മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ ഇളക്കി മറിച്ച അണ്ണൻ്റെ ചില പാട്ടുകൾ കേട്ടോക്കാം. പുതു ദിനങ്ങളിൽ പുതു പയ്യന്മാരെ വാൾപേപ്പർ മാറ്റി പോലെ മാറ്റിക്കൊണ്ട് നീ അത് ചോദിക്കുമ്പോ പറയാണ് ബെസ്റ്റിയാണ്, ഫ്രണ്ടാണ്, മൈരാണ്, എന്തൊക്കെ പറയുന്നു നീ. അതിനുശേഷം ഇൻസ്റ്റ കയറി കുറെ പെണ്ണുങ്ങളെ ലൈൻ അടിച്ച പെണ്ണുങ്ങൾ തേച്ചപ്പം മൈൻഡ് ആകെ ഡാക്കടിച്ച്, ട്രിപ്പ് അടിച്ച്, ബിയർ അടിച്ച്, ബോങ്കടിച്ച്, ബോറടിച്ച്. നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം എന്റെ പോക്കറ്റിലാണ്, ചാറ്റിങ്ങും കോളിങ്ങും, ഫ്രീ ആകാൻ ടൈമില്ല. അങ്ങനെ റോഡിൽ കിടക്കുന്ന പെമ്പിള്ളാരെ ഇടിവെട്ട് സാധനം, ചരക്ക് സാധനം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ട് കഞ്ചാവ്, മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലാണ് അണ്ണൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് മറ്റൊരു സത്യം. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല ഗൈസ്. റാപ്പ് എന്ന് പറയുന്നു, ബട്ട് റാപ്പല്ല. സംഗീതം എന്ന് പറയുന്നു, ബട്ട് സംഗീതമല്ല. ആളുകൾക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പറ്റുന്ന എന്തേലും ഇങ്ങനെ പഠിച്ചു വിട്ടിരുന്നെങ്കിൽ മിണ്ടാതിരിക്കായിരുന്നു. ബട്ട് ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ഗൈസ് മിണ്ടാതിരിക്കാൻ പറ്റുക? ഇന്നെന്റെ ബാഡ് ഡേ, ഒന്നും കൂടെ പൊട്ടണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. ഇന്നെന്റെ ബാഡ് ഡേ, ജോയിന്റ് അടിക്കണം എന്നൊക്കെയാണ് അവൻ്റെ ആ ലിറിക്സ്. ബട്ട് ഇത് കേൾക്കുന്നവർക്കാർക്കും ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ബാഡ് ഡേ. അപ്പോൾ അണ്ണൻ്റെ സോങ്സ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക, കണ്ട് എൻജോയ് ചെയ്യുക. കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് അയച്ചു കൊടുക്കുക. റാപ്പാണ് ചുവന്ന മഷിയിൽ അടിപൊളിയായിട്ട് ഞാൻ പറയും കാര്യം എനിക്ക് വേണം. പ്രാണം പിടി കൊള്ളുന്ന പ്രിയത്തെ കൂട്ടിൽ മായത്തോ മനുഷ്യർ അത്ര തടി പോയി ഉത്തരം നാളത്തെ കേരള ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ്. നാളത്തെ കേരള ബമ്പർ നറുക്കെടുപ്പ് നാളെയാണ്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ടാറ്റാ. നീ ഇങ്ങനെ ചിരിക്കരുത്, നിന്റെ ചിരി കാണുമ്പോൾ എനിക്ക് പേടിയാവണു.